പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്ന, ആരാധിക്കുന്നു. ത്രിയേക ദൈവത്തെ വാഴ്ത്തുന്നപ്പ, വാഴ്ത്തുന്ന, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഈശോപ്പ, ഇന്ന് ഞങ്ങൾക്ക് നല്ലൊരു പകൽക്കാലം തരുകയും സന്തോഷത്തിൻ്റെ ഒരു ദിനം തന്ന് അനുഗ്രഹിക്കുകയും ചെയ്ത കൃപയെ ഓർത്ത് സ്തുതിക്കുന്നു നാഥ. നല്ല കാലാവസ്ഥകൾ തരുകയും ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമായതെല്ലാം തന്ന് അനുഗ്രഹിക്കുകയും ചെയ്തതിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു. പ്രഭാതം മുതൽ ഈ രാത്രിയുടെ യാമം വരെ അവിടുത്തെ ചിറകിൻ കീഴിൽ ഞങ്ങളെ നടത്തിയതിനായി നന്ദി പറയുന്നു. ഈശോപ്പ, ഞങ്ങളിതാ ഉറങ്ങുവാൻ പോകുന്നു. ഞങ്ങളുടെ ഭവനങ്ങളിലോ കാമ്പൗണ്ടുകളിലോ ഞങ്ങളുടെ പക്കലോ ഒരു അന്ധകാര ശക്തികളോ പൈശാചിക തന്ത്രങ്ങളോ വിഷജന്തുക്കളോ പ്രാണികളോ ഒരു ദുഷ്ടശത്രുക്കളോ ഒരു കവർച്ചക്കാരോ ഒരു അക്രമികളോ കടന്നുകൂടുവാനോ ഉപദ്രവിപ്പാനോ നോട്ടം വയ്ക്കുവാനോ ഇടവരാതെ വണ്ണം അവിടുത്തെ ദൂതഗണങ്ങളാൽ കോട്ട കെട്ടി ഞങ്ങൾക്ക് സംരക്ഷണം തരണം അപ്പാ. ഞങ്ങളെ ഈ രാത്രിയിൽ ആരെയെങ്കിലും ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെടുകയാണെങ്കിൽ കർത്താവേ, ഞങ്ങളെ വിശുദ്ധിയുള്ളവരാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. ഒരു തിരുവചനം വായിക്കാം. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ നിന്നും 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. മകനെ, എൻ്റെ ഉപദേശം വിസ്മരിക്കരുത്. നിന്റെ ഹൃദയം എൻ്റെ കൽപ്പനകൾ പാലിക്കട്ടെ. അവ നിനക്ക് ദീർഘായുസ്സും സമൃദ്ധമായി ഐശ്വര്യവും നൽകും. കരുണയും വിശ്വസ്തതയും നിന്നെ പിരിയാതിരിക്കട്ടെ. അവയെ നിന്റെ കഴുത്തിൽ ധരിക്കുക, ഹൃദയഫലകത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. അങ്ങനെ നീ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ദൃഷ്ടിയിൽ പ്രീതിയും സത്കീർത്തിയും നേടും. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക. സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയും അരുത്. നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആകട്ടെ. അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. ജ്ഞാനിയെന്ന് സ്വയം ഭവിക്കരുത്. കർത്താവിനെ ഭയപ്പെട്ട് തിന്മയിൽ നിന്ന് അകന്നു മാറുക. അത് നിന്റെ ശരീരത്തിന് ആരോഗ്യവും അസ്ഥികൾക്ക് അനായാസതയും നൽകും. കർത്താവിനെ നിന്റെ സമ്പത്ത് കൊണ്ടും നിന്റെ എല്ലാ ഉൽപ്പന്നങ്ങളുടെ ആദ്യ ഫലങ്ങൾ കൊണ്ടും ബഹുമാനിക്കുക. അപ്പോൾ നിന്റെ ധാന്യപ്പുരകൾ സമൃദ്ധി കൊണ്ട് നിറയുകയും നിന്റെ ചക്കുകളിൽ വീഞ്ഞ് നിറഞ്ഞു കവിയുകയും ചെയ്യും. കർത്താവിൻ്റെ ശിക്ഷണത്തെ നിന്ദിക്കരുത്. അവിടുത്തെ ശാസനത്തിൽ മടുപ്പ് തോന്നുകയും അരുത്. എന്തെന്നാൽ പിതാവ് പ്രിയപുത്രനെ എന്ന പോലെ കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുന്നു. കർത്താവിൻ്റെ വചനം. നാം കേട്ട വചനം കിടക്കയിലിരുന്ന് 5 മിനിറ്റ് ധ്യാനിക്കാം. ഈശോയുടെ പക്കൽ നമ്മെ എല്ലാവരെയും സമർപ്പിച്ച് നാളെ നല്ലൊരു ദിവസം ദൈവം നമുക്ക് തരുന്നെങ്കിൽ ദൈവത്തിൻ്റെ കൃപയുള്ള ദിവസമാക്കി തരുന്നതിന് വേണ്ടി ഈശോനാഥനോട് പ്രാർത്ഥിക്കാം. കിടക്കയുടെ 4 ചുറ്റും കുരിശടയാളം വരയ്ക്കാം. നെറ്റിത്തടത്തിലും 3 തവണ കുരിശടയാളം വരച്ച് പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങാം. ആമേൻ.